ഹലോ നമസ്കാരം. എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. കെ സുധാകരൻ നോവൽ പാരിജാതത്തിൻ്റെ 17ാമത്തെ എപ്പിസോഡ്. അഭിനന്ദിക്കാൻ വരട്ടെ, അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. വേണു വിചാരിക്കുന്നത് പോലെ കോടീശ്വരനൊന്നല്ല എൻ്റെ ഭർത്താവ്. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഗംഗാധര മേനോന് കുറേ വർഷം മുൻപ് മാനസിക രോഗം വന്നതും ബിസിനസ് കാര്യങ്ങൾ നേരെ ചൊവ്വെ നോക്കി നടത്താൻ കഴിയില്ല എന്ന് വന്നപ്പോൾ മകനായ ജയപാലൻ സ്കൂൾ കുട്ടിയായതുകൊണ്ടും എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ചെറിയമ്മയായ ലളിതാബായിക്ക് കൈമാറിയ കാര്യവും ഇപ്പോഴെല്ലാം അവരുടെ അധീനതയിലാണെന്ന സത്യവും അരുണയും ജയപാലനും കൂടി അദ്ദേഹത്തോട് പറഞ്ഞു. അതായത് പവർ ഓഫ് അറ്റോണി, അതായത് നമ്മൾ മലയാളത്തിൽ പറയാറുള്ള മുക്തിയാർ. ഗംഗാധര മേനോന് വേണ്ടി ബിസിനസ് കാര്യങ്ങളും സകല സാമ്പത്തിക ഇടപാടുകളും നടത്താനുള്ള അധികാരം രേഖാമൂലം അദ്ദേഹം തൻ്റെ രണ്ടാം ഭാര്യയായ ലളിതാബായിയെ ഏൽപ്പിച്ചു. ശരിയല്ലേ? വേണുഗോപാൽ ചോദിച്ചു. അതെ, എനിക്കതിൽ നിന്നും ചില്ലിക്കാശ് പോലും തരില്ലെന്നാണ് ചെറിയമ്മ പറയുന്നത്. വേണുഗോപാൽ ആലോചനയോടെ താടിയൊന്ന് ചൊറിഞ്ഞു. പവർ ഓഫ് അറ്റോണി ഏത് വിധത്തിലാണ് എഴുതിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അതറിയാതെ എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ആ ഡോക്യുമെൻ്റ് മിസ്റ്റർ ജയപാലൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ ഒരു കോപ്പി കിട്ടാൻ മാർഗമുണ്ടോ? ചോദിച്ചാലും ചെറിയമ്മ തരണമില്ല. കൃഷ്ണകൃപയും സുപ്രിയ സിൽക്ക് ഹൗസും കുടുംബ സ്വത്തായി അച്ഛന് കിട്ടിയതാണോ അത് അച്ഛൻ സ്വയം ഉണ്ടാക്കിയതാണോ? അച്ഛൻ സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയതാണ്. സ്വയാർജിത സ്വത്തുക്കൾ അച്ഛൻ ആർക്ക് വേണമെങ്കിലും എഴുതി കൊടുക്കാം. അതിന്മേലെ ഭാര്യയ്ക്കോ മക്കൾക്കോ അവകാശപ്പെടാൻ പറ്റില്ല. ആർക്കും ഒന്നും എഴുതി കൊടുക്കാതെ അച്ഛൻ മരിച്ചാൽ മാത്രമേ ഭാര്യയ്ക്കും മക്കൾക്കും അവകാശം പറ്റൂ. അരുണയും ജയപാലനും പരസ്പരം നോക്കി. അപ്പോൾ ഞങ്ങൾ നീ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നർത്ഥം, ജയപാലൻ പറഞ്ഞു. എന്നല്ല ഞാൻ പറഞ്ഞത്. പവർ ഓഫ് അറ്റോണിയിൽ എന്താണ് വ്യവസ്ഥ വച്ചിരിക്കുന്നതെന്ന് അറിയണം. അതിൻ്റെ ഒരു കോപ്പി തരാൻ ചെറിയമ്മയോട് പറയൂ. ജയപാലൻ തലകുലുക്കി. വേണുഗോപാൽ വാതുക്കൾ വരെ അവരെ അനുഗമിച്ചു. അഥവാ ഇനി ആ ഡോക്യുമെൻ്റിൽ ചെറിയമ്മ നിങ്ങളെ കാണിക്കാതിരിക്കുകയോ അതിൻ്റെ കോപ്പി തരാതിരിക്കുകയോ ചെയ്താൽ എന്നെ വന്ന വിവരം കണ്ട് പറയണം. 18ാമത്തെ ഒരടവ് പ്രയോഗിച്ചു നോക്കാം, വേണുഗോപാൽ പറഞ്ഞു. വരാം. കാറിൽ കയറി അവർ യാത്രയായി. വക്കീലിനെ കണ്ട ശേഷം എനിക്കിപ്പോൾ ചെറിയൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്, കാർ ഓടിക്കുന്നതിനിടയിൽ ജയപാലൻ പറഞ്ഞു. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, അരുണ പറഞ്ഞു. അവർ കൃഷ്ണകൃപയിലെത്തി. ചെറിയമ്മയോട് അരുണ പോയി ഒന്നും സംസാരിച്ചതല്ലേ, ഇനി ഞാനൊന്ന് പോയിട്ട് വരാം, ജയപാലൻ പറഞ്ഞു. വിജയാശംസകൾ. താങ്ക് യു. ലളിതാബായിയെ കാണാൻ ജയപാലൻ മുകളിലേക്ക് കയറി ചെന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ തണുത്ത ഒരു സ്വീകരണമാണ് അയാൾക്ക് ലഭിച്ചത്. അവളെ വിട്ടിട്ട് കാര്യം നടക്കാതെ വന്നപ്പോൾ നീ തന്നെ നേരിട്ട് വന്നിരിക്കുകയാണോ? അവജ്ഞയോടെ ലളിതാബായി ചോദിച്ചു. അല്ല, എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ കാര്യം? സ്വത്ത് മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ചെറിയമ്മയ്ക്ക് അച്ഛൻ എഴുതി തന്നപ്പോൾ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും വരാതെ നോക്കണമെന്ന് അതിൽ വ്യവസ്ഥ ചെയ്തിരുന്നില്ലേ? ഇല്ല, നിൻ്റെ ഒരു കാര്യവും അതിൽ പറഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തെങ്കിൽ അതെൻ്റെ ഔദാര്യം മാത്രം. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. എന്നെ മറന്നുകൊണ്ട് എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അച്ഛൻ നിങ്ങൾക്ക് എഴുതി തന്ന പവർ ഓഫ് അറ്റോണി എനിക്കൊന്ന് കാണണം. അവളുടെ ഉപദേശപ്രകാരമായിരിക്കും നീ ഇപ്പോൾ വന്നത്, അതോ അവളുടെ വക്കീലിൻ്റെയോ? എന്നാൽ നീ കേട്ടോ, പവർ ഓഫ് അറ്റോണി നിന്നെ കാണിക്കാൻ എനിക്കിപ്പോൾ മനസ്സില്ല. നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ ഞാൻ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് കാണിച്ച് നീ കേസ് കൊടുക്ക്, ലളിതാബായി പുച്ഛഭാവത്തിൽ പറഞ്ഞു. വക്കീലിനെ കാണാൻ പോയ കാര്യം ഈ സ്ത്രീ എങ്ങനെ അറിഞ്ഞു? തൻ്റെ നീക്കങ്ങൾ അറിയുവാൻ ഈ സ്ത്രീ ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങളിങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ സംസാരിക്കരുത്. എനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളാണ് നിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് അർഹതപ്പെട്ടതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. തരാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ വന്നതുണ്ടല്ലോ, പഴയ ചില പോലീസ് കേസുകൾ ഞാൻ പുറത്തെടുക്കും. അന്ന് നീ അകത്താവും. പിന്നെ ജീവിതകാലം മുഴുവൻ ഇരുമ്പഴികൾ എണ്ണേണ്ടി വരും. ജയപാലൻ പിന്നെ അവിടെ നിന്നില്ല. അയാൾ തലയും താഴ്ത്തി മുറിയിൽ നിന്നും ഇറങ്ങി. വെളിയിൽ ഭിത്തിയിൽ ചാരി അരുണ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ നേത്രങ്ങളെ കൂട്ടിമുട്ടി. ആ തുറന്ന സംസാരമെല്ലാം അവൾ കേട്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഒന്നും മിണ്ടാതെ അവർ കോണിപ്പടികളിൽ ഇറങ്ങി. നമുക്ക് അച്ഛനോടൊന്ന് ചോദിച്ചാലോ? എന്താണ് എഴുതി കൊടുത്തിരിക്കുന്നതെന്ന് അച്ഛനറിയാതിരിക്കുമോ? താഴെ വന്നപ്പോൾ അരുണ ചോദിച്ചു. അതൊക്കെ ഇപ്പോൾ ഓർമ്മ ആണോ അച്ഛനെ? നമുക്കൊന്ന് ചോദിക്കാം, നോക്കിയാലോ? ശരി, ചോദിക്കാം. അപ്പോൾ തന്നെ ഗംഗാധര മേനോനെ കാണാൻ അവർ ഔട്ട് ഹൗസിലേക്ക് ചെന്നു.
ബീഡിയും പുകച്ച് തങ്കപ്പൻ വരാന്തയിലിരിക്കുന്നുണ്ടായിരുന്നു. തുറക്ക തങ്കപ്പ, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, ജയപാലൻ വിളിച്ചു. തങ്കപ്പൻ ആദ്യം ഒന്ന് സംശയിച്ചു. എങ്കിലും ഒരക്ഷരം പോലും പറയാതെ താക്കോലെടുത്ത് മുൻവാതിൽ തുറന്നു. നല്ല ഉറക്കമായിരുന്നു മേനോൻ. അച്ഛാ, ജയപാലൻ വിളിച്ചു. മേനോൻ ഉണർന്നില്ല. ജയപാലനും അരുണയും മാറി മാറി വിളിച്ചെങ്കിലും അദ്ദേഹം ഉണർന്നില്ല. ശക്തിയുള്ള ഏതോ മരുന്നാണ് അച്ഛന് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അച്ഛനിപ്പോൾ വയലൻ്റ് ആവുന്നില്ലല്ലോ. ആത്മകഥം പോലെ ജയപാലൻ പറഞ്ഞു. നിരാശയോടെ അവർ ഔട്ട് ഹൗസിൽ നിന്നിറങ്ങി. എന്നെ കല്യാണം കഴിച്ചത് ഒരു വലിയ മണ്ടത്തരമായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടല്ലേ? അരുണ ചോദിച്ചു. ഒരിക്കലും ഇല്ല. അതുകൊണ്ടല്ലേ കിട്ടിക്കൊണ്ടിരുന്ന അലവൻസിൽ നിർത്തലാക്കിയത്. എന്നായാലും ഇങ്ങനെയൊരു അവസ്ഥ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നു. അല്പനേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. കുഞ്ചിനെ കാണാൻ കൊതി തോന്നുന്നുണ്ട്, ജയപാലൻ പറഞ്ഞു. എങ്കിൽ വാ, നമുക്ക് വീട്ടിലേക്കൊന്ന് പോവാം, അവൾ പറഞ്ഞു. അവർ പുല്ലാറ്റ് കവലയിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അമ്മയും കുഞ്ചും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അയ്യപ്പനായർ പതിവ് പോലെ ജോലിക്ക് പോയിരുന്നു. അരുണയെ ജയപാലൻ കല്യാണം കഴിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും മാറ്റം വരുമെന്നായിരുന്നു വിചാരം. മകൾ ഒരു കോടീശ്വരൻ്റെ ഭാര്യയാവുകയാണല്ലോ. പക്ഷേ അവർ കുറേ നേരം കുഞ്ചുവിനെ ലാളിച്ചുകൊണ്ട് വീട്ടിലിരുന്നു. അവൻ്റെ കളിയും ചിരിയും കണ്ടപ്പോൾ മനസ്സ് ഒന്നയഞ്ഞു. നമുക്ക് മോനെ കൂടി കൊണ്ടുപോയാലോ? പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് കൊണ്ടുപോകാനിരുന്ന അടുത്ത കാലത്തൊന്നും അത് നടക്കുമെന്ന് തോന്നില്ല, ജയപാലൻ പറഞ്ഞു. അത് ശരിയാണെന്ന് അരുണയ്ക്കും തോന്നി. അമ്മ, ഞങ്ങളിവനെ കൊണ്ടുപോവാണ്, അവിടെ രുക്മിണി അമ്മയോട് പറഞ്ഞു. നിന്നെക്കൊണ്ട് പറ്റുമോ മോളെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ? എനിക്കവിടെ ഇഷ്ടംപോലെ സമയമുണ്ട്. കുഞ്ചിനെയും കൊണ്ടാണ് അവർ പോയത്. കൃഷ്ണകൃപയിൽ ചെന്നപ്പോൾ സന്ധ്യയാവുകയായിരുന്നു. കുളി കഴിഞ്ഞ് മുടി വിതർത്തിട്ട് ലളിതാബായി മുറ്റത്ത് ഉലാത്തുന്നുണ്ടായിരുന്നു. ജയപാലൻ്റെ കാറ് മുറ്റത്ത് നിന്ന് നിൽക്കുന്നത് കണ്ട് ലളിതാബായി മുഖം വെട്ടിച്ചു. കാറിൽ നിന്നും കുഞ്ഞുവിനെയും കൊണ്ട് അരുണ ഇറങ്ങി. കുഞ്ചുവിന് അപ്പോൾ ഒരു ആഹ്ലാദ ശബ്ദം പുറപ്പെടുവിച്ചു. ലളിതാബായി അത് കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കുഞ്ചുവിനെ കണ്ട് അവരുടെ മുഖം ഇരുണ്ടു. ഏതാടായി കൊച്ച്? അവർ ജയപാലനോട് ചോദിച്ചു. എൻ്റെ കുഞ്ഞാണ്. എന്നുവെച്ചാൽ മരിച്ചുപോയ സീമയുടേത്. കണ്ട ഡാഷ് മോൾക്കുണ്ടായ ജാരസന്ധതികൾക്ക് വളരാനുള്ള ഇടമല്ല കൃഷ്ണകൃപ. കൊണ്ടുപോയിക്കോണം ഈ നിമിഷം ഇവിടുന്ന്. ഗേറ്റിന് നേരെ വിരൽ ചൂണ്ടി ലളിതാബായി പൊട്ടിത്തെറിച്ചു. സീമയെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞത് അരുണയ്ക്കൊട്ടും സഹിച്ചില്ല. അവൾ അവരെ നേരിട്ടു. ഇവനെ എങ്ങും കൊണ്ടുപോകുന്നില്ല. ഇവൻ കൃഷ്ണകൃപയിലെ ഗംഗാധരമേനോൻ്റെ മകൻ ജയപാലന് ജനിച്ച മകനാണ്. കൃഷ്ണകൃപയിൽ തന്നെ ഇവൻ വളരും, ശാന്തസ്വരത്തിൽ അവൾ പറഞ്ഞു. ഇത് ജയപാലൻ്റെ മോനാണെന്ന് എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത്? അവൻ്റെ ഭാര്യയ്ക്ക് ജനിച്ച കുഞ്ഞല്ല ഇത്, ആണോ? ആ ചോദ്യത്തിന് മുമ്പിൽ അരുണ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. പക്ഷെ പെട്ടെന്ന് അവൾ പുഞ്ചിരിച്ചു. തെളിവാണല്ലേ? തരാം, നാളെയാവട്ടെ. അതുവരെ ഇവിടെ താമസിക്കാൻ കനിഞ്ഞ അനുവാദം തരണം, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. ലളിതാബായി കോപം കൊണ്ട് നിന്ന് ജ്വലിച്ചു. അത് വകവയ്ക്കാതെ അരുണ കുഞ്ചുവിനെയും കൊണ്ട് തലയുയർത്തിപ്പിടിച്ച് കൃഷ്ണകൃപയിലേക്ക് കയറി. പിന്നാലെ ജയപാലൻ ചെന്നു. ആ സ്ത്രീയുടെ നാവിൽ നിന്നും വീണ വാക്കുണ്ടല്ലോ, തെളിവ്. അതിൽ പിടിച്ച് നമ്മളൊരു കളി കളിക്കാൻ പോവാ ജയപാല, പ്രസന്നഭാവത്തിൽ അരുണ പറഞ്ഞു. അധ്യായം 38. കുളി കഴിഞ്ഞു വന്ന അരുണ കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി. ഒരു കപ്പ് അവൾ ജയപാലനും കൊടുത്തു. ഒരു കപ്പ് അവളെടുത്തു. നാളെ നമ്മൾ നടത്താൻ പോകുന്നത് ഒരു തരം ഞാണിമ്മേ കളിയാണ്. അതായത് ഒരു വലിയ റിസ്ക്കാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. അരുണ, കാര്യം എന്താണെന്ന് പറയൂ. പറയാം. അച്ഛൻ ചെറിയമ്മയ്ക്ക് എഴുതി കൊടുത്തിട്ടുള്ള പവർ ഓഫ് അറ്റോർണിയുടെ രേഖ വായിച്ചു നോക്കിയാലേ ജയപാലന് സ്വത്തിന്മേൽ എന്തെങ്കിലും അവകാശം അച്ഛൻ വെച്ചിട്ടുണ്ടോ എന്നറിയാൻ പറ്റും. ശരിയല്ലേ? അതെ. പവർ ഓഫ് അറ്റോർണിയോ അതിൻ്റെ കോപ്പിയോ നമ്മളെ കാണിക്കാനേ ആ സ്ത്രീ തയ്യാറാകുന്നില്ല. നമുക്കാണെങ്കിൽ അത് കാണുകയും വേണം. അതെ, അവരാണ് സകല സ്വത്തിൻ്റെയും അവകാശമെങ്കിൽ അക്കാര്യം തെളിയിക്കേണ്ടത് അവരുടെ ആവശ്യമല്ലേ? അതിന് നമ്മളവരെ നിർബന്ധിതയാക്കാൻ പോകുന്നു. എങ്ങനെ? ആകാംക്ഷയോടെ ജയപാലൻ ചോദിച്ചു. അച്ഛന് മാനസിക രോഗം വന്നില്ലായിരുന്നെങ്കിൽ ലളിതാബായി എന്ന സ്ത്രീക്ക് അച്ഛൻ പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുക്കുകയില്ലായിരുന്നു. എങ്കിൽ അച്ഛനിപ്പോൾ സുപ്രിയ സിൽക്ക് ഹൗസിൻ്റെ ഭരണം ആരെ ഏൽപ്പിക്കുമായിരുന്നു? എന്നെ. കാരണം അച്ഛൻ്റെ ഏക മകനാണ് ഞാൻ. എനിക്കാണ് സ്വത്തിൻ്റെ അവകാശം. റൈറ്റ്. എങ്കിൽ ഇനി ഞാനൊരു കാര്യം പറയാം. ഗംഗാധര മേനോന് മാനസിക രോഗം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ലളിതാബായിക്ക് പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്തിട്ടില്ലെന്നും നാളെ മുതൽ സുപ്രിയ സിൽക്ക് ഹൗസിൻ്റെ ഉടമ ജയപാലനാണെന്നും നാളെ മുതൽ അവിടുത്തെ വിറ്റുവരവ് ജയപാലൻ്റെ അക്കൗണ്ടിലേക്കാണ് അടയ്ക്കാൻ പോകുന്നത്. ജയപാലൻ അവളെ പകച്ചു നോക്കി. എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ,
നാളെ മുതൽ നിങ്ങളാണ് സുപ്രിയ സിൽക്ക് ഹൗസിൻ്റെ മുതലാളി. അവിടെയുള്ള സ്റ്റാഫ് നിങ്ങൾ പറയുന്നത് മാത്രമേ അനുസരിക്കൂ. വേണ്ടി വന്നാൽ ഇത്തിരി ബലപ്രയോഗം നടത്തേണ്ടി വന്നേക്കും. എന്താ പേടിയുണ്ടോ? ഇല്ല, പക്ഷെ ചെറിയമ്മ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പോലീസിനെ വിളിച്ച് അവരെന്നെ അറസ്റ്റ് ചെയ്യിക്കും. ചെയ്യിക്കട്ടെ, അതാണ് നമുക്ക് ആവശ്യം. സുപ്രിയ സിൽക്ക് ഹൗസിൻ്റെ യഥാർത്ഥ ഉടമ ജയപാലനാണ്. പോലീസ് അത് വിശ്വസിക്കും. അങ്ങനെയല്ലെന്ന് തെളിയിക്കണമെങ്കിൽ ലളിതാബായിക്ക് പവർ ഓഫ് അറ്റോർണി ഹാജരാക്കേണ്ടി വരും. ഗ്രേറ്റ് ഐഡിയ. എന്തുകൊണ്ട് ഇതുവരെ ഞാൻ ഈ വിധത്തിൽ ചിന്തിച്ചില്ല? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വരുത്തി വിഷമുറപ്പിക്കുന്നത് പോലെയുള്ള പരിപാടിയാണിത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യം നല്ലത്. സിൽക്ക് ഹൗസിൽ ജയപാലൻ ഒറ്റപ്പെട്ടു പോരുത്. നമുക്ക് സപ്പോർട്ട് തരാൻ കുറച്ച് പേരെങ്കിലും അവിടെ വേണം. അതുണ്ടാവും. 10-40 പേരുണ്ട് മൊത്തം. അതിൽ പകുതി പേരെങ്കിലും എൻ്റെ കൂടെ നിൽക്കും. മാനേജറോ? ചെറിയമ്മ പറയുന്നത് ഉണ്ണിത്താൻ അനുസരിക്കൂ. ഇതുവരെ അങ്ങനെയാണ് അനുഭവം. ഉണ്ണിത്താൻ പറയുന്നതല്ലേ അവിടുത്തെ സ്റ്റാഫ് അനുസരിക്കൂ? ഉവ്, പക്ഷെ ഞാൻ പറയുന്നത് അനുസരിക്കാനും കുറേ പേര് കാണും. അത് മതി. ഇനി ഞാൻ വേണുവിനെ ഒന്ന് വിളിച്ചു നോക്കാം. വേണുവിൻ്റെ അഭിപ്രായം കൂടി ഒന്നറിയാമല്ലോ. അവളെ വീട്ടിലേക്കാണ് വിളിച്ചത്. വേണുഗോപാൽ അവിടെ ഉണ്ടായിരുന്നു. വേണു, ഞങ്ങൾ നാളെ ഒരു ഓപ്പറേഷൻ സുപ്രിയ സിൽക്ക് ഹൗസ് പ്ലാൻ ചെയ്യുകയാണ്. വേണുവിൻ്റെ അഭിപ്രായം അറിയണം. പറയൂ. അരുണ പറഞ്ഞതെല്ലാം വേണുഗോപാൽ ശ്രദ്ധയോടെ കേട്ടു. ഓക്കെ, എൻ്റെ എല്ലാവിധ വിജയാശംസകളും. നാളെ എൻ്റെ ആവശ്യം വന്നാൽ വിളിക്കണം. ഞാൻ വരാം. താങ്ക് യു വേണു. അരുണ ഫോൺ വെച്ചു. വേണു നമ്മോടൊപ്പം ഉണ്ട്. നിയമകാര്യങ്ങളൊന്നും ഇനി പേടി വേണ്ട, അവൾ പറഞ്ഞു. അവർ അല്പനേരം നിശബ്ദരായിട്ടിരുന്നു. അച്ഛനെ കണ്ട് സത്യാവസ്ഥ അറിഞ്ഞിട്ട് മതിയോ നമ്മുടെ പോരാട്ടം തുടങ്ങുന്നത്? അവൾ ചോദിച്ചു. അതിൻ്റെ ആവശ്യമില്ല. അച്ഛന് നല്ല ഓർമ്മക്കുറവുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് വിശ്വസിക്കാൻ പറ്റില്ല. അത് ശരിയാണെന്ന് അവൾക്ക് തോന്നി. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ച ശേഷമാണ് അവർ ഉറങ്ങാൻ കിടന്നത്. കുഞ്ചു അപ്പോഴേക്കും സുഖനിദ്രയിലായി കഴിഞ്ഞിരിക്കുന്നു. മകൻ ആദ്യമായി കൃഷ്ണകൃപയിൽ കാലുകുത്തി അന്ന് തന്നെയാണല്ലോ ഇത്തരമൊരു പ്രധാന തീരുമാനമെടുത്തത്. അതൊരു നല്ല നിമിത്തമാണെന്ന് ജയപാലന് തോന്നി. രാവിലെ അരുണയാണ് ആദ്യം ഉണർന്നത്. 9 മണിയായപ്പോൾ ജയപാലൻ സുപ്രിയ സിൽക്ക് ഹൗസിലേക്ക് പോകാൻ തയ്യാറായി. പോയിട്ട് വരാം, ജയപാലൻ അരുണയോട് യാത്ര ചോദിച്ചു. അവൾ തലകുലുക്കി. ഇടയ്ക്കിങ്ങോട്ട് വിളിക്കില്ലേ? വിളിക്കാം. ജയപാലൻ ചെന്നപ്പോൾ സുപ്രിയ സിൽക്ക് ഹൗസിൽ മിക്ക സ്റ്റാഫും എല്ലാ സെക്ഷനുകളിലും എത്തിയിരുന്നു. എല്ലാ ദിവസവും 4 മണി വരെയുള്ള വിറ്റുവരവ് തുക എണ്ണി തിട്ടപ്പെടുത്തി അപ്പോൾ തന്നെ ബാങ്കിലടയ്ക്കും. അതിനുശേഷമുള്ള വിറ്റുവരവ് പിറ്റേ ദിവസം ബാങ്ക് തുറക്കുമ്പോൾ കൊണ്ടുവന്ന് അടയ്ക്കും. ജയപാലൻ ഇൻ്റർകോമിൽ സാരി വിഭാഗത്തിലെ ചന്ദ്രനെ വിളിച്ചു. ചന്ദ്രൻ ഇങ്ങോട്ട് വരൂ. വരാം സർ. ചന്ദ്രൻ വിശ്വസ്തനാണ്. അവനെ സുപ്രിയ സിൽക്ക് ഹൗസിൽ നിയമിച്ചത് ജയപാലനാണ്. അതിൻ്റെ നന്ദിയും സ്നേഹവും അവനുണ്ട്. ചന്ദ്രൻ അപ്പോൾ തന്നെ വന്നു. എന്താണ് സർ? ഭവ്യതയോടെ അവൻ ചോദിച്ചു. ചന്ദ്ര, ഇന്നിവിടെ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇന്നലെ വരെ എൻ്റെ ചെറിയമ്മയും ഉണ്ണിത്താൻ അങ്ങളുടെയും ഭരണമായിരുന്നല്ലോ ഇവിടെ. ഇന്നു മുതൽ ഞാനത് ഏറ്റെടുക്കാൻ പോവുകയാണ്. സന്തോഷമുള്ള കാര്യമാണ് സർ, അവൻ ആത്മാർത്ഥതയോടെ പറഞ്ഞു. ഞാനും ചെറിയമ്മയും തമ്മിൽ ചെറിയൊരു ഉരസലുകൾ നടക്കും. ഇവിടെയുള്ളവർ 2 തട്ടുകളാവും. താൻ എൻ്റെ കൂടെ നിൽക്കുമോ? തീർച്ചയായും. സാറ് കഴിഞ്ഞല്ലേ ഉള്ളൂ എനിക്ക് വേറെ ആരും. അതറിഞ്ഞാൽ മതി. ശരി, പൊയ്ക്കോളൂ. തൽക്കാലം ഇക്കാര്യം ആരും അറിയണ്ട. മനസ്സിലായില്ലേ? ശരി സാർ. ചിലപ്പോൾ ഇവിടുത്തെ ജോലി പോയെന്ന് വരാം. പേടിക്കണ്ട. വേറെ എവിടെയെങ്കിലും ഞാൻ നിനക്ക് ജോലി മേടിച്ചു തരാം. വിശ്വാസമല്ലേ എന്നെ? ഉണ്ട് സാർ, എനിക്ക് പേടിയൊന്നുമില്ല. ചന്ദ്രൻ പോയി. ജയപാലൻ മറ്റു ചിലരെ കൂടി ഇതുപോലെ വിളിപ്പിച്ച് രഹസ്യമായി സംസാരിച്ചു. അവരെല്ലാവരും സകല പിന്തുണയും വാഗ്ദാനം ചെയ്തു. മണി 10 ഉണ്ണിത്താൻ വന്നു. ജയപാലൻ എഴുന്നേറ്റ് ഓഫീസിലേക്ക് ചെന്നു. അക്കൗണ്ടൻ്റ് ഹരിദാസൻ ബാങ്കിൽ പണമെടുക്കാനുള്ള സ്ലിപ്പ് എഴുതുന്നു. ബാങ്കിലേക്ക് പണം കൊണ്ടുപോകാൻ ശശി കാത്തു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം കളക്ഷൻ എത്രയുണ്ട് ഹരിദാസ്? വെറുതെ എന്ന മട്ടിൽ ജയപാലൻ ചോദിച്ചു. 1,20,350 രൂപയുണ്ട് സർ. ഹരിദാസ് സേഫ് തുറന്ന് എണ്ണി തിട്ടപ്പെടുത്തി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്ന നോട്ട് കെട്ടറിൽ ഒരു സ്യൂട്ട് കേസിലാക്കി അടച്ചു. അല്ലെങ്കിൽ തന്നേക്ക്, ഞാൻ ബാങ്കിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അടച്ചേക്കാം. സ്യൂട്ട് കേസും ബാങ്ക് സ്ലിപ്പും ഹരിദാസൻ ജയപാലനെ ഏൽപ്പിച്ചു. ജയപാലൻ സ്ലിപ്പ് അയാൾക്ക് തിരിച്ചു കൊടുത്തു. ഇനി മുതൽ കളക്ഷൻ മുഴുവൻ എൻ്റെ അക്കൗണ്ട് നമ്പറിലേക്കാണ് അടയ്ക്കേണ്ടത്. ഇന്നു മുതൽ ഞാനാണ് മുതലാളി. ഹരിദാസൻ നമ്പറിൽ നോക്കി. സാർ, അത് ഉണ്ണിത്താൻ സാർ പറയാതെ അങ്കിളിനോട് ഞാൻ പറഞ്ഞേക്കാം. താൻ വിഷമിക്കണ്ട. സ്യൂട്ട് കേസുമായിട്ട് ജയപാലൻ മാനേജറുടെ മുറിയിലേക്ക് കയറി ചെന്നു. അങ്കിളെ, ഒരു വിശേഷമുണ്ട്. സുപ്രിയ സിൽക്ക് ഹൗസിൻ്റെ ഭരണം ഇന്നു മുതൽ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇനി അങ്കിൾ എല്ലാ കാര്യങ്ങളും എനിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി. ചെറിയമ്മയെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല, ജയപാലൻ പറഞ്ഞു.
അതിന് ലളിതാബായി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. വിശ്വസിക്കാനാവാതെ ഉണ്ണിത്താൻ പറഞ്ഞു. എങ്കിൽ ഇന്ന് തന്നെ പറയും. ഇനി മുതൽ ഇവിടുത്തെ കളക്ഷൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഫോർമാലിറ്റീസ് അങ്കിൾ തന്നെ കഴിയുന്നതും വേഗം മുൻകൈ എടുത്ത് ചെയ്യണം. ഒരക്ഷരം പറയാനാവാതെ പിളർന്ന വായുമായിട്ട് ഉണ്ണിത്താൻ നിന്നു. സ്യൂട്ട് കേസിലെ പണമടയ്ക്കാൻ ജയപാലൻ ബാങ്കിലേക്ക് പോയി. അപ്പം തന്നെ ഉണ്ണിത്താൻ കൃഷ്ണകൃപയിലേക്ക് വിളിച്ച് ലളിതാബായിയോട് വിവരം പറഞ്ഞു. ഷോക്കേറ്റതുപോലെ ലളിതാബായി ഒരു നിമിഷം നിന്നു. ഉണ്ണിത്താൻ ഒന്നിങ്ങോട്ട് വരൂ, അവർ പറഞ്ഞു. ഉണ്ണിത്താൻ ഒട്ടും സമയം കളയാതെ കൃഷ്ണകൃപയിൽ ചെന്നു. എന്തിനാ അവൻ്റെ കയ്യിൽ പണം കൊടുത്തത്? ക്ഷോഭത്തോടെ ലളിതാബായി ചോദിച്ചു. കൊടുത്തതല്ല, ഹരിദാസൻ്റെ കയ്യിൽ നിന്നും ജയം മേടിച്ചതാ. കാര്യങ്ങളൊക്കെ പിന്നീടാണ് പറഞ്ഞത്. അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കണം. 1,20,350 രൂപ അവൻ അക്കൗണ്ടിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് കൊണ്ടുപോയെന്ന്. അത് വേണോ? ഇനി അങ്ങനെ ഉണ്ടാകാതിരുന്ന പോരല്ലേ? പാടില്ല. മുളയിലേ നുള്ളണം ഇത്. അവനെ ലോക്കപ്പിലാക്കുന്നത് എനിക്ക് കാണണം. അവളാണ് ഇതിനെല്ലാം പിന്നിൽ. അവളെ ഞാനിവിടുന്ന് അടിച്ചിറക്കും. പോലീസ് സ്റ്റേഷനിലെ നമ്പർ അറിയില്ലേ നിങ്ങൾക്ക്? വിളിച്ചു പറ. ഞാൻ പറഞ്ഞെന്ന് പറ. ഉണ്ണിത്താൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. കണക്ഷൻ കിട്ടിയപ്പോൾ റിസീവർ ലളിതാബായിക്ക് കൈമാറി. ഹലോ, ഇത് കൃഷ്ണകൃപയിലെ ലളിതാബായിയാണേ. ജയപാലൻ രാവിലെ സുപ്രിയ സിൽക്ക് ഹൗസിൽ നിന്നും പണം ബലമായിട്ട് എടുത്തുകൊണ്ടുപോയ കാര്യം അവർ സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു. 5 മിനിറ്റോളം അവർ ഫോണിൽ സംസാരിച്ചു. ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കണം, എങ്കിലേ അവർക്ക് അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റൂ. ഫോൺ വെച്ചിട്ട് ലളിതാബായി പറഞ്ഞു. അവരൊരു കടലാസെടുത്ത് അയാൾക്ക് കൊടുത്തു. അയാളതിൽ പരാതി എഴുതി ലളിതാബായി ചുവട്ടിൽ ഒപ്പിട്ട് കൊടുത്തു. വേഗം കൊണ്ടുപോയി കൊടുക്ക്. നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് ഉണ്ണിത്താൻ സുപ്രിയ സിൽക്ക് ഹൗസിലേക്ക് ചെന്നു. അപ്പോൾ ജയപാലൻ അരുണയ്ക്ക് ഫോൺ ചെയ്യുകയായിരുന്നു. ആദ്യമായിട്ടും വിജയകരമായിട്ട് പൂർത്തിയായി. ചെറിയമ്മയപ്പോൾ തന്നെ ഉണ്ണിത്താനങ്ങൾ വിവരം അറിയിച്ചു കാണും. അയാൾ പറഞ്ഞു. അറിയിച്ചെന്ന് തോന്നുന്നു. മാനേജർ കുറച്ചു മുമ്പേ പാഞ്ഞെത്തി. മുകളിലെ കുറച്ചു നേരത്തെ ഗൂഢാലോചനയ്ക്ക് ശേഷം തിരിച്ചു പോവുകയും ചെയ്തു. ഉച്ചയ്ക്ക് വരില്ലേ ജയപാലൻ? വരാം. എന്തെങ്കിലും വിശേഷിച്ചുണ്ടായാൽ വിളിക്കണേ. വിളിക്കാം. 12:30 ആയപ്പോൾ ഊണ് കഴിക്കാനായി ജയപാലൻ കൃഷ്ണകൃപയിലേക്ക് പുറപ്പെട്ടു. അയാൾ അവിടെ എത്തി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്ന് മുറ്റത്ത് വന്നു. ജീപ്പിൽ നിന്നും സബ് ഇൻസ്പെക്ടറും 2 കോൺസ്റ്റബിൾമാരും ഇറങ്ങി. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ജയപാലൻ ചെന്നാണ് വാതിൽ തുറന്നത്. പോലീസുകാരെ കണ്ടപ്പോൾ ചെറിയമ്മയുടെ പരാതിയുടെ പുറത്ത് വന്നവരാണെന്ന് അയാൾക്ക് മനസ്സിലായി. എന്താണ് സാർ വിശേഷിച്ച്? നിങ്ങളല്ലേ ജയപാലൻ? ഇൻസ്പെക്ടർ ചോദിച്ചു. അതെ, നിങ്ങളുടെ പേരിലൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. സുപ്രിയ സിൽക്ക് ഹൗസിൽ ഇന്ന് കാലത്ത് 1,20,350 രൂപ നിങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് കൃഷ്ണകൃപയിൽ ശ്രീമതി ലളിതാബായി പരാതി തന്നിരിക്കുന്നു. വാസ്തവമാണത്. അപഹരിച്ചു കൊണ്ടുപോയി എന്നതല്ല വാസ്തവം. സ്വന്തം സ്ഥാപനത്തിൽ നിന്നും ഒരാൾ അന്നത്തെ കളക്ഷൻ ബാങ്കിലടയ്ക്കാൻ കൊണ്ടുപോകുന്നത് എങ്ങനെ അപഹരണമാവും? സുപ്രിയ സിൽക്ക് ഹൗസ് ശ്രീമതി ലളിതാബായിയുടേതാണെന്ന് അവിടെ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ലെന്നാണല്ലോ പരാതിയിൽ പറയുന്നത്. ആർക്കെന്താണ് സാർ പറയാൻ പറ്റാത്തത്? എൻ്റെ അച്ഛൻ ഗംഗാധരമേനോൻ ആരംഭിച്ച സ്ഥാപനമാണിത്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ച സ്ത്രീയാണ് ഈ ലളിതാബായി. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ച് നാൾ അവരാണ് സുപ്രിയ സിൽക്ക് ഹൗസിലെ കാര്യങ്ങൾ നോക്കി നടത്തിയത്. പഠനം കഴിഞ്ഞ് വന്നപ്പോൾ അത് ഞാൻ ഏറ്റെടുത്തു. അരുണ അയാളുടെ പിന്നിൽ വന്നു. അപ്പോൾ ഇതൊരു കുടുംബ പ്രശ്നമാണല്ലോ. നേരത്തെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്നാണ് ലളിതാബായി അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇൻസ്പെക്ടറെ, നിങ്ങളിത് വെറും ഒരു കുടുംബ പ്രശ്നമായിട്ട് എടുത്ത് നിസ്സാരമായിട്ട് കാണരുത്. ഇവന് സുപ്രിയ സിൽക്ക് ഹൗസിൽ യാതൊരു അവകാശമില്ല. എല്ലാം ഗംഗാധരമേനോൻ എൻ്റെ പേരിൽ എഴുതി തന്നാണ്. നിങ്ങളിവനെ അറസ്റ്റ് ചെയ്ത് ഉടനെ കൊണ്ടുപോകണം. ഇൻസ്പെക്ടർ ജയപാലിന് നേരെ തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പണം എടുത്ത് കൊണ്ടുപോയത് കുറ്റം തന്നെയാണ്. ഞങ്ങൾക്ക് കേസ് ചാർജ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കേസ് ചാർജ് ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് സാറൊരു കാര്യം ചെയ്യണം. എൻ്റെ അച്ഛൻ ഇവരുടെ പേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന അവകാശപത്രം ഒന്ന് വാങ്ങി വായിച്ച് നോക്കണം. ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, ജയപാലൻ പറഞ്ഞു. അരുണ ഒരക്ഷരം പോലും പറയാതെ എല്ലാം കേട്ട് നിശബ്ദയായി നിന്നതേ ഉള്ളൂ. ജയപാലനെ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഉടൻ വേണുവിനെ വിളിക്കണമെന്നായിരുന്നു അവളുടെ മനസ്സിലെ ആലോചന. മിസ്റ്റർ ജയപാലൻ പറഞ്ഞാലും കാര്യമുണ്ട്. മുഴുവൻ അവകാശവും മാഡത്തിന് എഴുതി തന്നിട്ടുണ്ടെങ്കിലേ ന്യായം മാഡത്തിൻ്റെ ഭാഗത്താണ്. ആ ഡോക്യുമെൻ്റ് ഒന്നെടുത്തുകൊണ്ട് വരൂ. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. ഇവിടെ വെക്കുന്നത് സുരക്ഷിതമല്ലാത്തതുകൊണ്ട് ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എങ്കിലത് ബാങ്കിൽ നിന്ന് എടുത്ത് സ്റ്റേഷനിലേക്ക് കൊടുത്തുവിടും. അതുവരെ ജയപാലിനെതിരെ കേസ് ചാർജ് ചെയ്യാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. അപ്പോൾ തന്നെ
പോലീസ് സംഘം യാത്രയായി. കാണിച്ചു തരാൻ രണ്ടിനെ വിടത്തില്ല ഞാൻ. ജയപാലൻ്റെയും അരുണയുടെയും നേരെ നോക്കി ചീറിയിട്ട് ലളിതാബായി കോണിപ്പടി കയറി മുകളിലേക്ക് പാഞ്ഞു. പേടി തോന്നുന്നുണ്ടോ ജയപാലിന്? അരുണ ചോദിച്ചു. ഇല്ല. എങ്കിലും ഉച്ചയ്ക്ക് രണ്ടാളും ചോറിന് മുമ്പിൽ ഇരുന്നതല്ലാതെ ഒന്നും കഴിച്ചില്ല. അപ്പോഴേക്കും വിശപ്പ് പോയിരുന്നു. അന്ന് 4 മണിക്കും കളക്ഷൻ ജയപാലൻ്റെ പേരിലാണ് ബാങ്കിൽ അടച്ചത്. അതിൻ്റെ പിറ്റേ ദിവസവും ലളിതാബായി പവർ ഓഫ് അറ്റോർണിയായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ല. ആ ദിവസങ്ങളിലൊക്കെ ജയപാലനാണ് സുപ്രിയ സിൽക്ക് ഹൗസിലെ പണം കൈകാര്യം ചെയ്തത്. സംഭവ വികാസങ്ങൾ അന്നന്ന് അരുണ അഡ്വക്കേറ്റ് വേണുഗോപാലിനെ അറിയിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ അവർ പവർ ഓഫ് അറ്റോർണി ഹാജരാക്കിയില്ലല്ലോ. അങ്ങനെ ഒരു സാധനം നിലവിലുണ്ടോ എന്ന് തന്നെ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത്രയും കാലം ആ സ്ത്രീ ജയപാലിനെ വഞ്ചിക്കുകയായിരുന്നു എന്നാണോ വിചാരിക്കേണ്ടത്? എന്നും അരുണ ഔട്ട് ഹൗസിൽ ചെന്ന് ഗംഗാധര മേനോനെ കാണും. പലപ്പോഴും മയക്കത്തിലായിരിക്കും അദ്ദേഹം. അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ അവളെ മിഴിച്ചു നോക്കിക്കിടക്കും. എന്ത് ചോദിച്ചാലും സംസാരിക്കില്ല. നേഴ്സ് വന്ന് എന്നും ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു ദിവസം അരുണയ്ക്ക് സംശയം തോന്നി. അക്രമാസക്തനല്ലാത്ത അച്ഛനെ എന്തിന് ഔട്ട് ഹൗസിൽ ഇങ്ങനെ പൂട്ടിയിടണം? എന്നും ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ നിലയിൽ തൃപ്തികരമായ ഒരു മാറ്റമില്ലല്ലോ. ഏത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ചികിത്സ? അന്ന് നേഴ്സ് വന്നപ്പോൾ അരുണ ഔട്ട് ഹൗസിലേക്ക് ചെന്നു. ഭിത്തി അലമാര തുറന്ന് എന്തോ പരിശോധിക്കുകയായിരുന്നു നേഴ്സ്. അലമാരയുടെ ഒരു തട്ട് നിറയെ ഡിസ്പോസിബിൾ സിറിഞ്ചിൻ്റെ പാക്കറ്റുകൾ, ചെറിയ കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ ഇഞ്ചക്ഷനുള്ള മരുന്നുകൾ. എന്താണ് പേര്? അരുണ ചോദിച്ചു. അവരിതുവരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നിർമ്മല. എവിടെയാണ് നിർമ്മലയുടെ വീട്? ഇവിടെ അടുത്താണ്. എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഡോക്ടർ സുദർശൻ്റെ ക്ലിനിക്കിലാണ്. അദ്ദേഹമാണോ മേനോൻ സാറിനെ ചികിത്സിക്കുന്നത്? അല്ല, ഞാൻ ഇഞ്ചക്ഷനുകൾ കൊടുക്കാൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മരുന്നൊക്കെ ലളിത മേഡം വാങ്ങിച്ചു വച്ചേക്കുന്നതാ. നിർമ്മല ഒരു ചെറിയ കുപ്പിയിൽ നിന്നും ഒരു മരുന്നെടുത്ത് സിറിഞ്ചിൽ നിറച്ച് മേനോൻ്റെ കൈത്തണ്ടയിൽ കുത്തിവെച്ചു. ഒടിഞ്ഞ കുപ്പിയും സിറിഞ്ചും മൂലയിൽ വെച്ചിരുന്ന പ്ലാസ്റ്റിക് ബക്കറ്റിലേക്ക് ഇട്ടു. നേഴ്സ് പോയപ്പോൾ അരുണ ആ ബക്കറ്റ് പരിശോധിച്ചു. ഒഴിഞ്ഞ കുപ്പികൾ കൊണ്ട് അത് നിറയാറായിരിക്കുന്നു. നിസ്സഹായനായി കിടക്കുന്ന ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തിനാണ് ഈ മരുന്നെല്ലാം കുത്തിവെക്കുന്നത്? ബാസ്ക്കറ്റിൻ്റെ അടിഭാഗത്ത് ഒരേ തരം മരുന്ന് കുപ്പികൾ, മുകളിൽ വേറെ കുപ്പികൾ. അപ്പോൾ അടുത്ത കാലത്ത് മരുന്ന് മാറിയിരിക്കുന്നു. രണ്ടിൻ്റെയും ഓരോ കുപ്പികൾ എടുത്തുകൊണ്ടാണ് അരുണ ഔട്ട് ഹൗസിൽ നിന്നിറങ്ങിയത്. അച്ഛനെ നമുക്കൊരു നല്ല മനോരോഗ വിദഗ്ധനെ കാണിക്കണം. എത്ര നാളായി ഒരു നേഴ്സ് വന്ന് എന്നും ചടങ്ങ് പോലെ മരുന്നുകൾ കുത്തിവെച്ചിട്ട് പോകുന്നു. ഉച്ചയ്ക്ക് ജയപാലൻ ഊണ് കഴിക്കാൻ വന്നപ്പോൾ അരുണ പറഞ്ഞു. ശരിയാണ്, ഡോക്ടർ ഹരിയെ നമുക്ക് പോയി കാണാം. മിടുക്കനാണ്, ജയപാലൻ പറഞ്ഞു. വൈകുന്നേരം അവർ ഡോക്ടർ ഹരിയെ കാണാൻ ചെന്നു. സഹൃദയനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. അച്ഛനെക്കുറിച്ച് തുടക്കം മുതലുള്ള കാര്യങ്ങൾ ജയപാലൻ ഡോക്ടർ ഹരിയോട് പറഞ്ഞു. എല്ലാം അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടു. ഹാൻഡ് ബാഗിൽ നിന്നും 2-3 മരുന്നെടുത്ത് അരുണ മേശപ്പുറത്ത് വെച്ചു. ഈ മരുന്നാണ് അച്ഛന് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ മരുന്ന് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടു. മുമ്പേ സംസാരിക്കുമായിരുന്നു, ഇപ്പോൾ അതുമില്ല, അവൾ പറഞ്ഞു. മരുന്ന് കുപ്പികളെടുത്ത് ഡോക്ടർ ഹരി പരിശോധിച്ചു. ആരാണിത് പ്രിസ്ക്രൈബ് ചെയ്തത്? അറിയില്ല, എല്ലാം ചെറിയമ്മയുടെ ഏർപ്പാടാണ്, ജയപാലൻ പറഞ്ഞു. മനോരോഗം മാറാനുള്ള മരുന്നുകളല്ല ഇവ രണ്ടും, ഡോക്ടർ പറഞ്ഞു. പിന്നെ നിങ്ങൾക്കൊരാളെ മനോരോഗിയാക്കണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് കുത്തിവെച്ചാൽ മതി. ജയപാലനും അരുണയും ഉൾക്കിടലത്തോടെ പരസ്പരം നോക്കി. അധ്യായം 39. മനോരോഗിയല്ലാതിരുന്ന അച്ഛനെ മനോരോഗിയാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഈ മരുന്നുകൾ കുത്തിവെച്ചുകൊണ്ടിരുന്നത്. ആവണമെന്നില്ല, പക്ഷെ മനോരോഗിയായി തന്നെ നിലനിർത്താൻ ഈ മരുന്നുകൾ സഹായിക്കും. എന്തായാലും ഇനി ഇത് രണ്ടും കൊടുക്കണ്ട. കൊടുക്കാതിരുന്ന അച്ഛൻ്റെ അസുഖം ഭേദമാകുമോ? ജയപാലൻ ചോദിച്ചു. ഇല്ല, സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മരുന്ന് പെട്ടെന്നൊരു ദിവസം നിർത്തിയാൽ രോഗി വയലൻ്റ് ആവും. വിഡ്രോയൽ സിംറ്റംസ് കാണിക്കും. അതൊഴിവാക്കാൻ വേറെ ചികിത്സിക്കണം. ഡോക്ടർ തന്നെ അച്ഛൻ്റെ ചികിത്സയുടെ കാര്യം ഏറ്റെടുക്കണം. അതിന് ബുദ്ധിമുട്ടില്ല, അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിക്കോളൂ. വേണ്ട ഏർപ്പാടുകൾ ഞാനിപ്പോൾ തന്നെ ചെയ്യാം. വീട്ടിലേക്ക് തിരികെ പോരുമ്പോൾ അരുണ നിശബ്ദയായിരുന്നു. എന്താണ് ആലോചിക്കുന്നത്? കാർ ഓടിക്കുന്നതിനിടയിൽ ജയപാലൻ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ ചെറിയമ്മയെക്കുറിച്ച് ആലോചിക്കായിരുന്നു. എങ്ങനെയാണ് ആ സ്ത്രീ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? അച്ഛൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അച്ഛൻ്റെ അമ്മ അവസാന കാലത്ത് കിടക്കയിൽ തന്നെയായിരുന്നു. വീട്ടിൽ തന്നെ താമസിച്ച് അമ്മൂമ്മയെ ശുശ്രൂഷിക്കാൻ ഒരു നേഴ്സിന് വേണമെന്ന് പറഞ്ഞപ്പോൾ അക്കാലത്ത് അച്ഛൻ്റെ മാനേജറായിരുന്ന ഉണ്ണിത്താനങ്ങൾ ഏതോ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നാണ് അവർ. അപ്പോൾ അവരൊരു നേഴ്സായിരുന്നു അല്ലേ? അതെ. അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞും ചെറിയമ്മ
ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഇവിടെ കഴിഞ്ഞത്. അക്കാലത്ത് അമ്മ നാട് വിട്ടുപോയി. എന്തിന്? എനിക്കറിയില്ല. ഞാനന്ന് ചെറിയ കുട്ടിയാണ്. മുതിർന്നപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ബോംബെയുമായുള്ള ഒരു കൂട്ടുകാരന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു. അയാളുമായി അമ്മ സ്നേഹത്തിലായെന്ന്. അയാളോടൊപ്പം ജീവിക്കാൻ ബോംബെക്ക് പോയെന്നും. അതിലൊരു കഥയാണ്. പുതിയ ജീവിതം തേടി പോവുകയാണെന്നും അന്വേഷിക്കരുതെന്നും കുറിപ്പെഴുതി വെച്ചിരുന്നത്രേ. എന്നിട്ട് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. ബോംബെയിലുള്ള കൂട്ടുകാരൻ്റെ അടുത്ത് അമ്മ ചെന്നില്ല. അയാളുമായി സ്നേഹത്തിലായിരുന്നുമില്ല. അന്വേഷിക്കാവുന്നിടത്തൊക്കെ തിരഞ്ഞു, പക്ഷെ കണ്ടുകിട്ടിയില്ല. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വടക്കേന്ത്യയിൽ എവിടുന്നോ ഒരു ടെലിഗ്രാം കിട്ടി. ഏതോ ഒരു പുഴയുടെ തീരത്തുനിന്ന് അമ്മയുടെ ശവശരീരം കണ്ടുകിട്ടിയെന്ന്. എന്തിനാണ് അവിടെ പോയത്? അറിയില്ല. അച്ഛനോ അങ്കിളോ അവിടെ ചെന്നപ്പോഴേക്കും മൃതദേഹം ദഹിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന പേഴ്സും കുടുംബ ഫോട്ടോയും ചില കടലാസുകളും കുറച്ച് പണവും അവരെടുത്തു വെച്ചിരുന്നു. അത് മാത്രം തിരിച്ചു കിട്ടി. അരുണയ്ക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അക്കാലത്ത് അച്ഛൻ എന്തുമാത്രം വേദനിച്ചെന്ന് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. കുട്ടിയായ ജയപാലനും. ചെറിയമ്മ വീട്ടിലുണ്ടായിരുന്നത് ഒരാശ്വാസമായിരുന്നു. പിന്നെ എല്ലാവരുടെയും നിർബന്ധം കാരണം അച്ഛൻ അവരെ കല്യാണം കഴിച്ചത്. അതിനുശേഷമായിരിക്കും അച്ഛൻ്റെ മാനസിക നില തെറ്റിയത്, അരുണ പറഞ്ഞു. അതെ, പക്ഷെ അന്നൊക്കെ അവർ നല്ല സ്ത്രീയായിരുന്നു. എന്നോട് വലിയ സ്നേഹമായിരുന്നു. എന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയോട് എനിക്ക് വെറുപ്പ് തോന്നി. അതിനും കൂടി ഞാൻ ചെറിയമ്മയെ സ്നേഹിച്ചു. ഒടുവിൽ അവർ സ്നേഹം നടിച്ചതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നേഴ്സായിരുന്ന ഒരാൾക്ക് വലിയ പ്രയാസം കൂടാതെ മരുന്ന് കുത്തിവെച്ച് ഒരാളെ മനോരോഗിയാക്കാൻ കഴിയും. അച്ഛൻ്റെ കേസിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കാനിടയുള്ളത്. എന്തിന്? സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ. അച്ഛന് മനോരോഗം വന്നതുകൊണ്ടാണല്ലോ പവർ ഓഫ് അറ്റോർണിയെ ആ സ്ത്രീയെ അച്ഛനെ ഏൽപ്പിച്ചത്. ആ ഉണ്ണിത്താനും രഹസ്യമായിട്ട് ഇതിന് കൂട്ടുന്നതാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിൽ അച്ഛൻ എഴുതി കൊടുത്ത പവർ ഓഫ് അറ്റോർണി എന്തുകൊണ്ടാണ് അവരിതുവരെ പുറത്തെടുക്കാത്തത്? എനിക്കും അതാണ് അത്ഭുതം. അതിലെന്തോ ഒരു തിരിമറിയുണ്ട്, അരുണ പറഞ്ഞു. അവർ കൃഷ്ണകൃപയിലെത്തി. അല്പസമയത്തിനകം ഗംഗാധര മേനോനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസ് വന്നു. ജയപാലും അരുണയും ഔട്ട് ഹൗസിലേക്ക് ചെന്നു. ഔട്ട് ഹൗസ് തുറക്കൂ തങ്കപ്പ, അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ജയപാലൻ പറഞ്ഞു. തങ്കപ്പനൊന്നും മടിച്ചു. ലളിതാമ്മ അറിയാതെ സാറിനെ വെളിയിലേക്ക് ഇറക്കരുതെന്ന തങ്കപ്പൻ തലചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി ഞാൻ പറയേണ്ടതാ താൻ അനുസരിക്കേണ്ടത്, മനസ്സിലായോ? ആ അജാനബാഹു ഒരു പൊട്ടനെ പോലെ നിന്നു. തുറക്കണോ? ജയപാലൻ ശബ്ദമുയർത്തി. തങ്കപ്പൻ ഒന്നും പറയാതെ ഔട്ട് ഹൗസ് തുറന്നു. ഹോസ്പിറ്റലിൽ നിന്നും വന്ന 2 അറ്റൻഡർമാർ സ്ട്രെച്ചർ എടുത്തുകൊണ്ടുവന്ന് ഗംഗാധര മേനോനെ അതിൽ കിടത്തി ആംബുലൻസിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, അത് കഴിഞ്ഞ് കടയിലും. അവിടെ പോയിട്ടേ ഞാൻ വരൂ, ജയപാലൻ പറഞ്ഞു. അച്ഛൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ? അരുണ ചോദിച്ചു. തൽക്കാലം ആരെങ്കിലും അറേഞ്ച് ചെയ്യാം. ആംബുലൻസിന് പിന്നാലെ കാറിൽ ജയപാലനും പോയി. തങ്കപ്പൻ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുന്നത് അരുണ കണ്ടു. അയാൾക്ക് വിധേയത ചെറിയമ്മയോടാണ്. അവരോടൊപ്പമേ അയാൾ നിൽക്കൂ. അരുണ കുഞ്ചുവിനെ കുളിപ്പിച്ച് അവന് ചോറ് കൊടുത്തു. സന്ധ്യയായി. ജയപാലൻ വന്നപ്പോൾ 9 മണിയായി. അച്ഛനെ അഡ്മിറ്റാക്കി. കൂടെ ഇരിക്കാൻ ആരും വേണ്ടെന്നാണ് ഡോക്ടർ ഹരി പറഞ്ഞത്. അവരെ തന്നെ നോക്കിക്കോളും. എന്നാലും ഞാൻ യൂസഫിനെ ഇന്ന് അവിടെ നിർത്തിയിട്ടുണ്ട്. അത് നന്നായി, അരുണ പറഞ്ഞു. ജയപാലൻ പോയി കുളിച്ചിട്ട് വന്നു. 2 പേരും കൂടിയാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. ഉണ്ണിത്താനങ്ങൾ ചെറിയമ്മയെ കാണാനും മറ്റോ ഇവിടെ വരാറുണ്ടോ? ജയപാലൻ ചോദിച്ചു. വരാറില്ല. ഇപ്പോൾ ചെറിയമ്മയെ കണക്കൊന്നും ബോധിപ്പിക്കേണ്ടതില്ലല്ലോ, അരുണ പറഞ്ഞു. വലിയ വിമ്മിട്ടത്തിലാണ് അങ്കിള് അവിടെ കഴിയുന്നതെന്ന് തോന്നുന്നു. സുപ്രിയ സിൽക്ക് ഹൗസിൽ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം അയാൾ പ്രതീക്ഷിച്ചതില്ലല്ലോ. ശരിയാണ്, മാനേജർ പദവി ഉപേക്ഷിച്ച് പോകാനും സാധ്യതയുണ്ട്. പക്ഷെ ഉടനെ വിടരുത്. എല്ലാം ഒന്ന് കലങ്ങിത്തെളിയുന്നവരെ അയാളവിടെ വേണം, അരുണ പറഞ്ഞു. ചെറിയമ്മ അയാളും കൂടെ ചില ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 പേരും സ്വകാര്യമായി ഇഷ്ടംപോലെ സമ്പാദിച്ചു കാണും. അതേക്കുറിച്ച് എങ്ങനെയാണ് അറിയാൻ പറ്റുക? അന്വേഷിക്കണം. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒരു വഴിയുണ്ട്. എന്താണത്? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളുണ്ടല്ലോ, അവരെ ഏൽപ്പിച്ചാൽ മതി. ഏതൊക്കെ ബാങ്കുകളിൽ 2 പേർക്കും അക്കൗണ്ടുകളുണ്ട്, വേറെ സമ്പാദ്യങ്ങളുണ്ട്, അവർ ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് അവർ നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച് വരും. അതൊരു നല്ല മാർഗമാണെന്ന് ജയപാലിന് തോന്നി. അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഓഫീസ് ടൗണിലുണ്ട്. അവരെ ഏർപ്പെടുത്തി നോക്കാം. ടെലിഫോൺ ഡയറക്ടറി നോക്കി ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ നമ്പർ ജയപാലൻ കണ്ടുപിടിച്ചു.
പിറ്റേന്ന് രാവിലെ പ്രിയ സിൽക്ക് ഹൗസിൽ ചെന്നപ്പോൾ അയാൾ ഏജൻസിയിലേക്ക് വിളിച്ചു. ഞാൻ ജയബാലൻ, സുപ്രിയ സിൽക്ക് ഹൗസിൽ. നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് സാറിനെ അറിയാം. എന്താണ് സാർ വിശേഷിച്ച്? ഏജൻസിയുടെ ചുമതലയുള്ള അലോഷ്യസ് ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ ഏജൻസിയിലെ ഒരു ഹെൽപ്പ് വേണം. അതിനാണ്. സഹായിക്കാൻ സന്തോഷമുള്ളൂ സാർ. പറഞ്ഞിട്ടെ. ഫീസ് ഇത്തിരി കൂടിയാലും സാരമില്ല. എനിക്ക് കൃത്യമായിട്ട് ചില ഇൻഫർമേഷൻ തരണം. തീർച്ചയായും താങ്കൾക്ക് പ്രതീക്ഷിക്കാം. ലളിതാബായിയുടെയും ഉണ്ണിത്താൻ്റെയും പേരും വിലാസവും ജയബാലൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. ഇവർ എനിക്കെതിരെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ചും അവരുടെ സമ്പാദ്യങ്ങളെക്കുറിച്ചും അറിയണം. ഓക്കെ സാർ, 10 ദിവസത്തിനകം ആദ്യത്തെ റിപ്പോർട്ട് തരാം. 4 ദിവസം കൂടുമ്പോൾ റിപ്പോർട്ട് വന്നൂടെ? തരാം സാർ. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള കഴിവ് ഞങ്ങളുടെ ഡിറ്റക്റ്റീവുകൾക്കുണ്ട്. ആരെങ്കിലും അയച്ചാൽ അഡ്വാൻസ് കൊടുത്തയക്കാം. താങ്ക് യു സാർ. രാത്രിയിൽ വീട്ടിൽ ചെന്നപ്പോൾ ജയബാലൻ അരുണയോട് പറഞ്ഞു, ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും രഹസ്യ വിവരങ്ങൾ കിട്ടാതിരിക്കില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ, അവൾ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും കൂടിയാണ് ഗംഗാധര മേനോനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നത്. അദ്ദേഹം അപ്പോൾ ഉണർന്നു കിടക്കുകയായിരുന്നു. അദ്ദേഹം അവരെ കണ്ട് പുഞ്ചിരിച്ചു. അച്ഛൻ സുബോധത്തോടെ കിടക്കുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ് ജയബാലൻ കാണുന്നത്. കുഞ്ചുവിനെ നോക്കി അദ്ദേഹം എന്തോ പറഞ്ഞു, പക്ഷെ വാക്കുകൾ വ്യക്തമായില്ല. ജയബാലൻ കുഞ്ചുവിനെ കിടക്കക്കരികിലിരുത്തി. ശോഷിച്ച വിരലുകൾ കൊണ്ട് മേനോൻ അവനെ വാത്സല്യത്തോടെ തലോടി. കുറച്ചു നേരം അച്ഛൻ്റെ അടുത്തിരുന്നിട്ട് ജയബാലൻ ഡോക്ടർ ഹരിയുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നോ നാളെയോ അച്ഛനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കണ്ട. ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ അതിലേറെ. ഭാഗ്യമുണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് സുഖമാകാനും മതി. ആഹാരമൊക്കെ ആഗ്രഹമുള്ള എന്തും കൊടുക്കാം. ശരീരം വളരെ വീക്കാണ്. ആരോഗ്യം വീണ്ടെടുക്കുക എന്നതാണ് പ്രധാനം. ദിവസവും രാവിലെ പ്രാതലുമായിട്ട് അരുണ ജയബാലനോടൊപ്പം ആശുപത്രിയിലേക്ക് പോകും. ഇഡ്ഡലിയും സാമ്പാറും ദോശയും ചട്നിയും പുട്ടും കടലക്കറിയൊക്കെ വലിയ പ്രിയമായിരുന്നു. ചോദിച്ചറിഞ്ഞ് അതെല്ലാം അവൾ മാറി മാറി ഉണ്ടാക്കി കൊടുക്കും. ആശുപത്രിയിൽ നിന്നും ജയബാലൻ സിൽക്ക് ഹൗസിലേക്ക് പോകും. എന്നിട്ട് യൂസഫിൻ്റെ കയ്യിൽ കാറ് കൊടുത്തയക്കും. യൂസഫ് അരുണയെ കൃഷ്ണകൃപയിൽ കൊണ്ടുവന്ന് വിടും. വിദഗ്ധ ചികിത്സയും ക്രമമായ ഭക്ഷണവും കിട്ടിയപ്പോൾ മേനോൻ മാനസികമായും ശാരീരികമായും നല്ല ആരോഗ്യം നേടി. അദ്ദേഹം എപ്പോഴും ആഹ്ലാദവാനായിട്ട് കാണപ്പെട്ടു. സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു അദ്ദേഹം. പഴയ കാര്യങ്ങളൊന്നും തൽക്കാലം അച്ഛനോട് ചോദിക്കണ്ട. സാവകാശം നമുക്കത് മനസ്സിലാക്കിയാൽ മതി, അരുണ ജയബാലനോട് പറഞ്ഞു. അതെ, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്, ജയബാലൻ അനുകൂലിച്ചു. ഒരു ദിവസം അരുണ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ കൃഷ്ണകൃപയുടെ മുറ്റത്ത് ഒരു കാറ് കിടക്കുന്നു. ലളിതാബായിയെ കാണാൻ ആരോ വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഡ്രൈവർ കാറിൽ ചാരി നിൽക്കുന്നു. എവിടുന്നാണ്? അരുണ ചോദിച്ചു. പ്രസന്നരാജൻ വക്കീലിനെയും കൊണ്ട് വന്നതാ. അപ്പോൾ ലളിതാബായി എന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സുപ്രിയ സിൽക്ക് ഹൗസ് ജയബാലനിൽ നിന്നും തിരിച്ചു പിടിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയായിരിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രസന്നരാജൻ വക്കീൽ മുകളിൽ നിന്നും ഇറങ്ങി വന്നു. ലളിതാബായിയും ഒപ്പമുണ്ടായിരുന്നു. പ്രസന്നമായിരുന്നു അവരുടെ മുഖം. വക്കീൽ എന്തോ പ്രത്യാശ കൊടുത്ത ലക്ഷണമുണ്ട്. അന്നുച്ചയ്ക്ക് ജയബാലൻ വന്നപ്പോൾ ഇക്കാര്യം അരുണ അറിയിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അവർ അടങ്ങിയിരിക്കുകയില്ല. എന്നെ താർക്കാൻ അവർ പല മാർഗങ്ങളും സ്വീകരിക്കും, അയാൾ പറഞ്ഞു. പൊരുതാനുള്ള ധൈര്യമല്ലേ? ഉണ്ട്. ഇനി 1 ഇഞ്ച് പോലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഊണ് കഴിഞ്ഞ് ജയബാലൻ സിൽക്ക് ഹൗസിൽ തിരിച്ചെത്തിയപ്പോൾ ഉണ്ണിത്താൻ അയാളെ കാണാൻ വന്നു. എന്താങ്കിൾ? ജയബാലനോട് ഞാനൊരു പ്രധാന കാര്യം സംസാരിക്കാനാണ് വന്നത്. ഇരിക്കൂ. ഉണ്ണിത്താൻ ഇരുന്നു. 25-ാം വയസ്സിൽ ജയമോൻ്റെ അച്ഛൻ്റെ സഹായിയായിട്ട് കൂടിയവനാണ് ഞാൻ. എനിക്കിപ്പോൾ വയസ്സ് 53. നീണ്ട 28 കൊല്ലം ഞാനിവിടെ ജോലി ചെയ്തു. ഇനി എനിക്കിത്തിരി വിശ്രമം വേണം മോനെ. പിരിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കണം, അയാൾ പറഞ്ഞു. അരുണ പറഞ്ഞ കാര്യമാണ് ജയബാലനപ്പോൾ ഓർമ്മ വന്നത്. അയാൾ വിടരുത്. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരെ അയാളിവിടെ വേണം. എന്താ അങ്കിളീ പറയുന്നത്? എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അങ്കിൾ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ? നടപ്പില്ല അങ്കിളെ. ഇനി ഇവിടെ എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സുപ്രിയ സിൽക്ക് ഹൗസ് ആരുടെയും സഹായമില്ലാതെ നടത്തിക്കൊണ്ടു പോകാൻ ജയമോന് കഴിയും. വെറുമൊരു ചങ്കൂറ്റത്തിൻ്റെ ബലത്തിലാണ് ഞാൻ സുപ്രിയ സിൽക്ക് ഹൗസിൻ്റെ ഭരണം ഏറ്റെടുത്തത്. പക്ഷേ എൻ്റെ ഈ സ്ഥാനത്തിന് ഒരു ഉറപ്പുമില്ല. യഥാർത്ഥ അവകാശി ചെറിയമ്മയാണെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്കിളിവിടെ വേണം. ഉണ്ണിത്താൻ്റെ കണ്ണുകളിലൊരു തിളക്കം മിന്നി പറയുന്നത് ജയബാലൻ കണ്ടു. ആര് പറഞ്ഞു? എല്ലാം ലളിതാബായിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. വേണമെന്ന് പറഞ്ഞ് അവർ വന്നില്ലല്ലോ. വരില്ലെന്ന് ആർക്കറിയാം. ചെറിയമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്ന.
ഒരു ദിവസം പവർ ഓഫ് അറ്റോർണി ഹാജരാക്കിയ പൊടിയും തട്ടി എനിക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും. ശരിയാണ്, ലളിതാബായിയുടെ മനസ്സിലിരിപ്പ് ആർക്കും അറിയാൻ പറ്റില്ല. അവരുടെ കയ്യിൽ എന്തോ ഒരു തുറുപ്പുകുലാനുണ്ടെന്ന് എൻ്റെ ബലമായ സംശയം. എന്തായാലും ജയൻമോൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ കുറച്ച് നാൾ കൂടി ഇവിടെ തുടരാം. താങ്ക്സ് അങ്കിളെ. ഉണ്ണിത്താൻ എഴുന്നേറ്റു. സ്വന്തം ക്യാബിലെത്തിയ അയാൾ ഫോണിൽ ലളിതാബായിയെ വിളിച്ചു. എന്തുണ്ട് പുതിയ വിശേഷം? ലളിതാബായി ചോദിച്ചു. ഞാൻ പിരിഞ്ഞു പോവാണെന്ന് പറഞ്ഞു. പക്ഷെ ജയൻ സമ്മതിച്ചില്ല. രണ്ടിലൊരു തീരുമാനമാകുന്നവരെ ഞാനിവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. എന്താണ് രണ്ടിലൊരു തീരുമാനം എന്ന് പറഞ്ഞത്? അവന് പേടിയുണ്ട് ലളിതയെ. മുഷ്ക് കാണിച്ച് സുപ്രിയ സിൽക്ക് ഹൗസ് ഏറ്റെടുത്തെങ്കിലും ലളിത പവർ ഓഫ് അറ്റോർണിയുമായിട്ട് വന്നാൽ ആ നിമിഷം ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന് അവന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കാണണമെന്നാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പേടിപ്പിച്ച് നിർത്തണം. ഞാൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ, അതെന്തായി? എന്തിനെക്കുറിച്ചാണ് ലളിത ചോദിക്കുന്നത്? അവനെ അവളെയും തമ്മിൽ തെറ്റിക്കണം. ഏതെങ്കിലും ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി. ഒന്ന് ഇളക്കി വിടണം അവൻ്റെ അടുത്തേക്ക്. ഒരു പെണ്ണല്ല, 9 എണ്ണത്തിന് വേണമെങ്കിൽ ഞാൻ വിടാം. അവനെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നടക്കുന്ന ചില സുന്ദരിമാരുണ്ട്. പെണ്ണ് അവൻ്റെ ഒരു ബലഹീനതയാണേ. ഉണ്ണിത്താൻ അറിയാമല്ലോ. പ്രലോഭനങ്ങൾ വന്നാൽ അവനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ കാര്യം ഞാൻ ഏറ്റു. എന്തായാലും ഞാൻ തോറ്റു കൊടുക്കില്ല. തോറ്റെന്ന് അഭിനയിക്കുകയാണ് ഞാൻ. അവൻ്റെയും അവളുടെയും വിജയലഹരി ആ മൂക്കുമ്പോൾ ഞാൻ ആഞ്ഞടിക്കാൻ പോകുന്നത്. ആദ്യം അവളെ ഞാൻ കൃഷ്ണകൃപയിൽ നിന്നും ചവിട്ടി പുറത്താക്കും. അത് കഴിഞ്ഞ് അവനെ ഞാൻ സുപ്രിയ സിൽക്ക് ഹൗസിൽ നിന്നും. പ്രസന്നരാജൻ വക്കീൽ പറയുന്നത് ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കേണ്ട എന്നാണ്. അതെ, മേനോൻ ആശുപത്രിയിൽ സുഖം പ്രാപിക്കുകയാണ്. അയാൾ നോർമലായി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. എനിക്ക് അയാളെ പേടിയില്ല. സുഖം പ്രാപിച്ചാലും കൃഷ്ണകൃപയിലേക്കല്ല അയാളെ കൊണ്ടുവരാൻ പോകുന്നത്. അരുണയ്ക്കൊരു കയ്യബദ്ധം പറ്റി മേനോൻ മരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അവളെ പോലീസ് കൊണ്ടുപോകും. ജയൻ തനിച്ചായി കഴിഞ്ഞാൽ നമുക്കവനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ഉണ്ണിത്താൻ കരുതിയിരിക്കുക, നമ്മളൊരു കളി കളിക്കാൻ പോവുകയാണ്. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. അത് മതി. ക്രൂരമായ ഒരു മന്ദഹാസത്തോടെ ലളിതാബായി ഫോണ് വെച്ചു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജഷി വയനാട്.